നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ അത് ഒഫീഷ്യലായിരിക്കുന്നു. രോഹിത് ശർമ്മയെ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ശുഭ്മൻ ഗില്ലാണ് ഇനി ഏകദിന ടീമിനെ നയിക്കുക. ഇപ്പോൾ ടെസ്റ്റ് ടീമിൻ്റെ നായകൻ ഓൾറെഡി ഗില്ലാണ്. ഏകദിനത്തിനുള്ള നായകനായിട്ടും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദിനത്തിനും T20ക്കുമുള്ള സ്ക്വാഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസൺ T20 സ്ക്വാഡിലുണ്ട്, ഏകദിന സ്ക്വാഡിലില്ല. ഏകദിന സ്ക്വാഡിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജുറലിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, ഏകദിന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ശ്രേയസ് അയ്യർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരൊക്കെയാണ് സ്ക്വാഡിലുള്ളത് എന്ന്. ഇന്ത്യ ODI സ്ക്വാഡ് ആദ്യം പറയാം. ശുഭ്മൻ ഗില്ല് ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റൻ, അക്സർ പട്ടേൽ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, ധ്രുവ് ജുറൽ, യശസ്വി ജയ്സ്വാൾ. ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, മുഹമ്മദ് സിറാജ് ഏകദിന ടീമിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഏകദിന സ്ക്വാഡിലൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇതാ സിറാജ് ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. T20I സ്ക്വാഡ് ഇങ്ങനെയാണ്: സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, അഭിഷേക് ശർമ്മ, ശുഭ്മൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ, തിലക് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, ജിതേഷ് ശർമ്മ, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ. അപ്പോൾ ഇതാണ് T20I സ്ക്വാഡ്. ഇന്ത്യ 3 ഏകദിന മത്സരങ്ങളാണ് കളിക്കുന്നത്. ഒക്ടോബർ 19-നും ഒക്ടോബർ 23-നും ഒക്ടോബർ 25-നുമാണ് ഏകദിന മത്സരങ്ങളെങ്കിൽ ഒക്ടോബർ 29-നും ഒക്ടോബർ 31-നും നവംബർ 2-നും നവംബർ 6-നും നവംബർ 8-നുമായിട്ട് 5 T20I മത്സരങ്ങളും ഓസ്ട്രേലിയയിൽ പോയിട്ട് കളിക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.